സംസ്ഥാനത്ത് സ്കൂളുകളിലും കലാലയങ്ങളിലും സമാധാന അന്തരീക്ഷം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയാനിരിക്കെയാണ് ക്രൂരതയുടെ കോട്ടയം മോഡൽ പുറത്തു വരുന്നത്. പല കേസുകളിലും കുറ്റക്കാർ ഇടതുപക്ഷ സഹയാത്രികരാകുന്നതോടെ ഇവരെ സംരക്ഷിക്കുന്ന നടപടി ഇത്തരക്കാർക്ക് പ്രചോദനവുമാകുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയാകുന്നു, പിന്നീട് മരണപ്പെടുന്നു. ഈ സംഭവങ്ങൾ വീണ്ടും പുതിയ മോഡലിൽ വീണ്ടും രംഗത്ത് വരികയാണ്. ഇപ്പോൾ കോട്ടയം മോഡൽ നമ്മൾ കണ്ടു. കെട്ടിയിട്ട് ക്രൂരമായ റാഗിങ്, കോമ്പസ് കൊണ്ടും മറ്റും ദേഹത്ത് വരയുന്നതടക്കമുള്ള റാഗിങ് നടപടികൾ ഇവിടെ നിർബാധം തുടരുന്നു. ഇതിനെല്ലാം ഭരണകക്ഷിയുടെ പിന്തുണയും. ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ 1 വർഷം മുമ്പ്, അതായത് ഫെബ്രുവരി 18 ആകുമ്പോൾ 1 വർഷം തികയുകയാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറിയൊരു പയ്യൻ, അല്ലെങ്കിൽ തലസ്ഥാനത്തുള്ള നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥൻ ഇത്തരത്തിൽ റാഗിങ്ങിനിരയായി പിന്നീട് മരണത്തിന് കീഴടങ്ങിയത്. അന്ന് ആ മരണം സംഭവിച്ചപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ വിവിധ മന്ത്രിമാർ അടക്കമുള്ളവർ പറഞ്ഞത് ഇനി ഒരു സിദ്ധാർത്ഥ് കേരളത്തിൽ ആവർത്തിക്കില്ല. റാഗിംഗ് നിരോധന കേന്ദ്രങ്ങളായി സംസ്ഥാനത്തെ സ്കൂളുകളും സർവകലാശാലകളും ഒക്കെ മാറും. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 1 വർഷം പിന്നിടുമ്പോഴും സമാനമായി തന്നെ സംഭവങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ റാഗിങ്ങുകൾ ഉണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് വാർത്തകളായി വരുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ചെയ്യപ്പെടുകയല്ലാതെ മറ്റൊരു രീതിയിലുള്ള നടപടിയും സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ 3 ദിവസത്തിനിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോട്ടയം ജില്ലയിൽ നടന്ന നഴ്സിംഗ് കോളേജിലെ അതിക്രൂരമായ പീഡനമാണ്. അത് ഒരു കോട്ടയം മോഡൽ പീഡനം പുറത്തു വന്ന വാർത്തകളിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂരിലെ കൊളവല്ലൂർ PRM സ്കൂളിലെ വിദ്യാർത്ഥി, +1 വിദ്യാർത്ഥികൾ തമ്മിലുള്ള റാഗിംഗ് വാർത്തകൾ പുറത്തേക്ക് വന്നത്. ഇതിലും ഇടതുപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ അടക്കമുള്ളവർ പ്രതിയാകുന്ന സാഹചര്യം. തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം പാറശാലയിൽ ലോ കോളേജിലും സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അവരുടെ ആദിറാം എന്ന് പറയുന്ന ഒരു ചെറിയ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു. എന്നാലും ഇത്രയധികം സംഭവങ്ങൾ സർക്കാരിന്റെ മുൻപിലേക്ക് എത്തുമ്പോഴും കാര്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനോ, റാഗിംഗ് ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് സമാധാന അന്തരീക്ഷം സ്കൂളുകളിലും കലാലയങ്ങളിലും ഒരുക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയങ്ങളിലടക്കം ഇന്നലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പ്രതികരിച്ചത് SFIക്ക് ഒരു രീതിയിലുമുള്ള പങ്ക് ഈ സംഭവങ്ങളിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ സിദ്ധാർത്ഥന്റെ മരണം അടക്കം, സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലും ഇടതുപക്ഷ അനുകൂല സംഘടനയായ SFIയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അതിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ റാഗിംഗ് കേസുകളിലും SFIയുടെ പ്രതിനിധികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ ഘട്ടത്തിലും ഉയരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുമ്പോഴും ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ പ്രതികളായി വരുന്ന ഇടതുപക്ഷ അനുകൂല സംഘടനാ പ്രതിനിധികളെ അടക്കം പിന്നീട് സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളത്. ഇവിടെ സിദ്ധാർത്ഥന്റെ കേസിലും നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടങ്ങളിൽ പോലീസ് പ്രതിസ്ഥാനത്ത് നിന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആ കേസ് ഒതുക്കി തീർക്കാൻ, അവർക്ക് ജാമ്യം നൽകാൻ ആ കോളേജിലെ തന്നെ അധ്യാപകരടക്കമുള്ളവർ പിരിവിട്ട് പണം പിരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് പരാജയമെന്നുള്ള ആക്ഷേപം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ ഒരു ഭാഗത്ത് മാത്രമായി ഒതുങ്ങുന്നു, മറുഭാഗത്ത് നിരുപാധികം റാഗിംഗ് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇനിയെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലും ഇടതുപക്ഷ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാഗിംഗ് വിരുദ്ധ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു ഭാഗത്ത് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ വരുമ്പോൾ റാഗിംഗ് ഇല്ല എന്നുള്ള രീതിയിൽ പ്രചാരണം നടത്തുന്നു, മറുഭാഗത്ത് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന റാഗിംഗ് ഇടപെടലുകൾ, ഒപ്പം തന്നെ റാഗിംഗ് നടത്തി വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദനത്തിന് ഇരയാകുന്നത് അടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ അമ്പേ പരാജയം എന്നുള്ളതാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന വിമർശനം ഈ ഘട്ടത്തിൽ. വിനോദ്, വലിയ വിമർശനം തന്നെ നേരിടുകയാണ്. കാരണം കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. ഈ പ്രതിസ്ഥാനത്തുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും നടക്കുന്നു. അത് പൂക്കോട് മുതൽ ഇങ്ങ് കോട്ടയം വരെ
അതെ, അത് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ തലത്തിലാണ് നോട്ടം ശരിയായില്ല എന്ന് പറഞ്ഞാണ് +1 വിദ്യാർത്ഥിയെ ഇടിച്ച് കൈയൊടിച്ചത്.